പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. ഞാൻ ഫെലിക്സ് സുഷി. അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് കുങ്ഫുവിലെ ബേസിക് ബോഡി കണ്ടീഷനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഇത് കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ അധികം ബുദ്ധിമുട്ടില്ലാതെ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ രീതിയിലൊന്ന് വാം ചെയ്യാം. അതിന് ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്യുക, ടോയിലൊന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു 30 സെക്കൻഡ് ഈ ഒരു മൂവ്മെൻ്റ് ഒന്ന് ചെയ്യുക. അപ്പോൾ ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് വാമാവും. അടുത്തായിട്ട് കൈകളൊന്ന് ഫോർവേഡ് റൊട്ടേറ്റ് ചെയ്യുക. ഇതുപോലെ മുന്നിലേക്ക് കുറച്ച് ഫോഴ്സ് കൊടുത്തുകൊണ്ട്, ഷോൾഡറിന് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഗ്രാജുവലി കുറച്ച് സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുക. ഇതുപോലെ ഓരോ ദിവസം തോറും പ്രാക്ടീസ് ചെയ്യുന്നതോറും ഇതിനൊന്ന് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് റിവേഴ്സും ചെയ്യുക സെയിം. അതുപോലെ ബാക്കിലേക്ക് സ്ലോയിൽ തുടങ്ങുക, അതും ഗ്രാജുവലി ഇതുപോലെ സ്പീഡ് കൂട്ടാൻ നോക്കുക. നമ്മൾ ഷോൾഡറിനൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് നമുക്ക് ഹാൻഡ്സ് ഇതുപോലെ ഒന്ന് റേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് വേണം ഒന്ന് അപ്പ് ചെയ്യാണ്ട്. ഇതുപോലെ താഴേക്ക് വരുമ്പോൾ ഡൗൺ ചെയ്യുക. അതുപോലെ റേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാലിൻ്റെ ടോയിലേക്ക് ബോഡി വെയിറ്റ് ഒന്ന് ടോയിലേക്ക് ഹീല് റേസ് ചെയ്തിട്ട് ഒന്ന് ടോയിലേക്കാക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. ലെഗിലേക്ക് ഒരു സ്ട്രെച്ചും കൂടി കിട്ടുന്നൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിത്തിലേക്കൊന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കുക, ബെൻഡ് ആവാതെ സ്റ്റഡി ആയിട്ട് വെക്കുക. ഇനി ബോഡി ഇതുപോലെ ഒന്ന് താഴേക്ക് വരിക. ഇവിടെ വരുന്ന സമയത്ത് കൈകൾ രണ്ടും ഫ്ലോറിലേക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക. ഇനി ഇവിടുന്ന് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് ഇതുപോലെ ഒന്ന് മാക്സിമം ഇവിടുന്ന് നിങ്ങൾക്ക് എന്തോരം കിട്ടുമോ അത്രയും മുന്നിലേക്കൊന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നേരെ ബാക്കിലേക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് ബാക്കിലേക്കും കൂടി ചെയ്യുക. ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക. മാക്സിമം താഴേക്ക് പോകുന്ന രീതിയിൽ ഫ്രണ്ട് ആൻഡ് ബാക്കായിട്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ കൈ ഇതുപോലെ ഈ ഒരു കാലിലേക്ക് പിടിക്കുക. അടുത്ത കൈയും കൊണ്ടുവന്നിട്ട് ഈ ഒരു കാലിലേക്ക് പിടിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് മൊത്തം ഒന്ന് സ്ട്രെച്ച് ആയിരിക്കുന്ന രീതിയിൽ, നന്നായിട്ടൊന്ന് വലിയുന്ന രീതിയിൽ. ഇനി ഹെഡ് കൂടി നീയിലേക്ക്, മുട്ടുകാലിലേക്ക് ഹെഡ് കൂടി ടച്ച് ആകുന്ന രീതിയിൽ മാക്സിമം ഇങ്ങോട്ടൊന്ന് ടേൺ ചെയ്ത് നിൽക്കുക. ഈ ഒരു പാർട്ട് നന്നായിട്ട് സ്ട്രെച്ച് ആകുന്ന രീതിയിൽ. അതിനുശേഷം ഓപ്പോസിറ്റ് അടുത്ത സൈഡിലേക്കും ഇതുപോലെ ഒന്ന് പിടിക്കുക. ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ തന്നെ വരിക. മാക്സിമം ഒന്ന് വലിയുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് കൈകൾ ഇതുപോലെ രണ്ട് സൈഡിലേക്ക് ഇതിലേക്കൊന്ന് ക്യാച്ച് ചെയ്യുക, ടോയിലേക്കൊന്ന് ക്യാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഫ്ലോറിലേക്ക് മാക്സിമം എന്തോരം ഡൗൺ കിട്ടും അത്ര ഒന്ന് ഫ്ലോറിലേക്കൊന്ന് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ഉണ്ടോ? ഇതുപോലെ ഒന്ന് ബോഡി കാത്തിയിട്ട് ടച്ച് കിട്ടുമെങ്കിൽ അത്ര ഇത്. ഓക്കെ. ഇതുപോലെ ഇപ്പം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെഗിൻ്റെ ക്ലിയറൻസ് കുറച്ച് ഇങ്ങനെ തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് താഴ്ന്ന സമയത്ത് ലെഗ് കുറച്ചുകൂടി വൈഡായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ ഇങ്ങനെ വരുമ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയറൻസ് കൂടുതൽ കിട്ടും. പക്ഷേ ഇത്രയും വൈഡാവണ്ട, നമുക്ക് ഈ വൈഡ് കുറഞ്ഞ റേഞ്ചിൽ തന്നെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ബോഡി ഇതാണ് മുഴുവൻ താഴ്ത്താനുള്ളത്. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. പക്ഷേ അത്രയും പോകാതെ ഇത് ചുരുക്കി വെച്ചിട്ട് ഹെഡിലേക്ക് താഴ്ത്താൻ നോക്കുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. അതിന് ഇതുപോലെ നിങ്ങളുടെ കൈ ഇതുപോലെ ഓപ്പോസിറ്റ് ലെഗിലേക്ക് വരിക. ഉണ്ട്. അതിനുശേഷം അടുത്ത കൈ ഇങ്ങനെ മുകളിലേക്ക് വെക്കുക. പിന്നെ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് ഈ കൈ ഇവിടെ വരുന്ന സമയത്ത് ഇതുപോലെ മുകളിലേക്ക് ഹാൻഡ്സ് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരിക. ഇത് ചെയ്യുന്ന സമയത്ത് ഹെഡ് കൂടി രണ്ട് വശത്തേക്കും പോകാൻ ശ്രദ്ധിക്കണ്ട. നമ്മൾ ഹെഡ് കൂടി നമ്മൾ ഈ കൈയിൻ്റെ ഒരു ഭാഗത്തേക്ക് ഹെഡ് കൂടി വരുന്ന രീതിയിൽ തിരിച്ച് വരുന്ന സമയത്ത് ഇതേപോലെ സാധാരണ ഇതിൽ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇങ്ങനെ ആയിരിക്കും പലരും ചെയ്യുന്നത്. ഹെഡ് ഈ സ്പോട്ടിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹെഡ് രണ്ട് വശത്തേക്കും വൈഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ബോഡി കൂടി മാക്സിമം നമ്മുടെ ബോഡിയുടെ ആക്ഷൻ കൂടി മാക്സിമം ഒന്ന് ലെഗിലേക്ക് കിട്ടുന്ന രീതിയിൽ, അപ്പോഴായിരിക്കും ആ ഒരു സ്ട്രെച്ച് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. ലെഗിലേക്ക് ഒരു സ്ട്രെച്ച് കൂടിയാണത്. അപ്പം ഈ ഒരു പൊസിഷനിൽ തന്നെ വയ്ക്കുക. ഇനി ഇവിടുന്ന് ഈ ഒരു കാല് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. മുട്ടുകാലൊന്ന് മടക്കിയിട്ട് നമ്മുടെ സീറ്റിൻ്റെ താഴേക്ക് ഈ ഒരു ക്ലിയറൻസ് മാക്സിമം കുറക്കുക. ഇങ്ങനെ ഈ വരുന്ന സമയത്ത് ടോ ഇവിടുന്ന് ഹൈറ്റ് ഇങ്ങനെ ഉയർന്നു പോകാതെ ഇവിടെ പരമാവധി താഴേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ചവിട്ടുക. എന്നിട്ട് ഇവിടുന്ന് കാല് താഴേക്ക് ഇതുപോലെ ഒന്ന് ക്ലിയറൻസ് ഒന്ന് കുറച്ച് കൊടുക്കുക. ബോഡി ഒന്ന് പുഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലിയറൻസ് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വശത്തേക്ക് ഇതുപോലെ തന്നെ ചെയ്യുക. മറ്റേ കാലം അവിടെ നിന്ന് സ്ലിപ്പായി പോവാതെ ശ്രദ്ധിക്കുക. താഴേക്ക് ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ടോ
താഴെ ചവിട്ടുക, ഹീൽ റേസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഉണ്ടാ ഇതുപോലെ നിന്നിട്ട് ഇവിടെ നിന്ന് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക, ബോഡി ബെൻഡ് ആവാതെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ക്ലിയറൻസ് കൊടുക്കുക. ഇത് വരുന്ന സമയത്തും ഈ ഒരു കാലിന് അധികം ബെൻഡ് വരാതെ ഇത് പരമാവധി സ്റ്റഡി ആക്കി വെക്കുക. സീറ്റ് മാത്രം താഴേക്ക് വരുന്ന രീതിയിൽ. ഒരു ഹിപ്പ് അൺലോക്കിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മൂവ്മെൻറ്റിന് ഇത് ബെറ്ററാണ് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഈ ഒരു സൈഡിലേക്ക് സെയിം ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ട ടോ മുകളിലേക്ക് റൈസ് ചെയ്യുക, ഹീല് താഴെ ടച്ച് ആവുന്ന രീതിയിൽ. ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഉണ്ട് ഈ ഒരു പാർട്ടിലേക്ക് കൈ ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത കൈ നമ്മുടെ മുട്ടിന് മുകളിലായിട്ട് തൈസിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹാംസ്ട്രിങ് മസിലിൻ്റെയും കാഫിൻ്റെയൊക്കെ താഴെവശം സ്ട്രെച്ച് ആവുന്ന രീതിയിലൊന്ന് ഇതായി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ചെയ്യുക. ഓരോ ദിവസം തോറും നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സ്ട്രെച്ച് പരമാവധി കൂട്ടി ക്ലിയറൻസ് കുറക്കാൻ നോക്കുക. ഇത് ഗ്രൗണ്ടിലേക്ക് താഴുന്ന രീതിയിൽ, മാക്സിമം ഗ്രൗണ്ടിലേക്ക് താഴ്ന്ന രീതിയിൽ. ലാസ്റ്റ് ചെയ്യുന്ന വരുന്ന സമയത്ത് ഈ ഒരു പാർട്ട് മൊത്തം ഫ്ലോറിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ കണ്ട നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ താഴേക്ക് ഇരിക്കാൻ സാധിക്കണം. അപ്പോൾ ഇവിടുന്ന് പുഷ് ചെയ്യാതെ ജസ്റ്റ് സെൽഫായിട്ട് തന്നെ ഇങ്ങനെ ഉയർന്ന് വരാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുഷ് ചെയ്ത് വരാം. പക്ഷേ ഇത് ഫൈനലിൽ കിട്ടുമ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഈസി ആയിട്ട് തന്നെ കിട്ടണം. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇരിക്കുക. ഇത്തവണയും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നതല്ല. നിങ്ങൾ ഓരോ ദിവസം തോറും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ താഴേക്ക് വരിക. ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഈ തൈസിൻ്റെ താഴെ വശം കൂടി ഹാംസ്ട്രിങ് മസിലിൻ്റെ ആ ഒരു ഭാഗവും കൂടി ഫ്ലോറിലേക്ക് ടച്ച് ആവുന്ന രീതിയിലുണ്ട്. ഇത്രയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവിടെ ഇരിക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് അപ്പ് ചെയ്ത് പോരാം. ഇതേ മൂവ്മെൻറ്റ് തന്നെ സെയിം ഈ ഒരു സൈഡിലേക്ക് ഉണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് ഇരിക്കുക. അത് ചേഞ്ച് ചെയ്ത് രണ്ട് സൈഡിലേക്ക് ഓപ്പോസിറ്റ് കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്യുക. ബാക്കിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് വീഴാതെ ബോഡി വെയിറ്റ് ഇതൊന്ന് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഉണ്ടോ 1 ഈ ഒരു പാർട്ടിലേക്ക് വരിക. അവിടെ നിന്ന് അതുപോലെ തന്നെ 2. ഇത് ചെയ്യുന്ന സമയത്ത് അധികം ഹൈറ്റിലേക്ക് പോകണ്ട, പകരം താഴെ കൂടി തന്നെ 1 2 1 2. നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടി ഒരു ആക്ഷൻ കൂട്ടാം. നമ്മൾ ഈ വരുന്ന സമയത്ത് താഴേക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഫ്ലോറിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ചപ്പുറത്തേക്ക് പോകാൻ പറ്റും. മാക്സിമം സ്ട്രെച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന സമയത്തുണ്ട് ഇവിടെ ഉണ്ടാ ഈ ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ 1 2 1 2 1 2 ഇതുപോലെ ഒരു ടച്ച് കിട്ടിക്കൊണ്ട് അപ്പോൾ അത്ര സ്ട്രെച്ച് ആക്കി എടുക്കാൻ പറ്റും. നല്ലൊരു വർക്കൗട്ടാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെഗിനൊരു മൂവ്മെൻറ്റ് കൂടി കൊടുക്കാം. അതിന് ഒരു കാല് മുന്നിലും ഒരു കാല് പുറകിലായിട്ട് വെക്കുക. നിങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒന്ന് ചേർന്ന് നിൽക്കുക. ഇനി ഇവിടുന്ന് 2 ലെഗ് ഇതുപോലെ ഒന്ന് വി ഷേപ്പിൽ 45 ഡിഗ്രി ആംഗിളിലേക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാട്ടോ. ഇനി അവിടെ നിന്ന് ഇത് പാരലാക്കുക, ഹീലെടുത്തിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ വിത്താണ് അവിടെ താഴെ വന്നിരിക്കുന്നത്. ഈ ലൈനിൽ വേണം ഈ കാലൊന്ന് പുറകിലേക്ക് വെക്കാണ്ട്. എങ്കിലേ നമുക്ക് ആ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ബാലൻസ് കിട്ടില്ല. നമ്മൾ റേസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ബാലൻസ് ഔട്ടാവും. നിങ്ങൾ കാല് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്കൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബാലൻസ് ഔട്ടാവും, നിങ്ങൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വിത്ത് താഴെ കിട്ടുന്ന രീതിയിൽ വേണം, നമ്മുടെ ഷോൾഡർ വിത്ത് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്യാണ്ട്. അപ്പോൾ ഇതുപോലെ നിൽക്കുക, കൈകൾ ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് പിടിക്കുക. ഇനി ഇവിടുന്ന് ബാക്കിലെ ലെഗ് നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് നേരെ മുന്നിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും നമുക്ക് എന്തോരം കിട്ടുമോ ഇതുപോലെ മുന്നിലേക്കൊന്ന് റേസ് ചെയ്യണം. മാക്സിമം മുട്ട് മടക്കാതെ ഇവിടുന്ന് എടുക്കുകണ്ട, ഇതുപോലെ ഒന്ന് റേസ് ചെയ്തിട്ട് തിരിച്ച് ബാക്കിൽ തന്നെ നമ്മൾ എവിടെയാണോ എടുത്തത് അവിടെ തന്നെ ആ ലെഗ് ഒന്ന് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ചെയ്ത് നോക്കണം. 1 2 3 4 5. ഇത് ചെയ്യുന്ന സമയത്ത് നീ ബെൻഡാവാതെ ശ്രദ്ധിക്കുക, നീ ബെൻഡാവാതെ സ്റ്റഡിയാക്കി വിടുക. അതുപോലെ ഹെഡ് നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നടുവ് വളക്കാതെ നോക്കുക, ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം ഇത് ചെയ്യാണ്ട്. അപ്പോൾ ഓരോ ദിവസം തോറും അത് ഹൈറ്റ് കുറച്ച് കൊടുക്കുക, അതിനുശേഷം കൂട്ടി എടുക്കുക. സെയിം അടുത്ത ലെഗ് ഇതുപോലെ ചേഞ്ച് ചെയ്യുക. സെയിം ആ ഒരു ലെഗിനും ഇതേ മൂവ്മെൻറ്റ് ചെയ്യുക. 1 2 3 നേരെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അത് 2 സൈഡ് ഒരു 10 എണ്ണം വീതം ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ബാലൻസ് ആയിട്ട് ഒരു പുഷപ്സ് ചെയ്യാം. അപ്പോൾ കൈ ഇതുപോലെ തന്നെ പാം വെച്ചിട്ട് താഴെ ഇതേ ഒരു പൊസിഷൻ നമ്മുടെ ഷോൾഡറിൻ്റെ വിത്തിൽ വേണം ഈ ഒരു കൈ വെക്കാണ്ട്. കാലിതുപോലെ ബാക്കിൽ ഇതുപോലെ വെക്കുക. ഇനി നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പുഷപ്പ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജായിട്ട് മുട്ടുകാൽ ഇതുപോലെ താഴെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വെയിറ്റ് കുറഞ്ഞ് കിട്ടും. എന്നിട്ട് ഇവിടുന്ന് അപ്പർ ബോഡി മാത്രം റൈസ് ആവുന്ന രീതിയിൽ അപ്പോൾ ഇതുപോലെ ഒന്ന് പുഷപ്സ് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസം തോറും ഇത് കുറച്ച് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞ ശേഷം കാല് സ്റ്റഡി ആക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ബോഡി ഉണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നോക്കുക. നടുവ് ഇങ്ങനെ ബെൻഡാവാതെ, പലരും പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നടുവ് ഇതുപോലെ താഴേക്ക് ബെൻഡാവും. അപ്പോൾ സ്റ്റഡി ആയിട്ട് പിടിക്കുക. ഇവിടെ നിന്ന് ഡൗൺ ചെയ്യുക, വീണ്ടും അപ്പ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഇത് നിങ്ങൾ തുടക്കത്തിലൊരു 5 എണ്ണം വീതം ചെയ്യുക. ഓരോ ദിവസം തോറും നമ്പർ കൂട്ടുക, അത് 10, 15 അങ്ങനെ നമ്പേഴ്സ് കൂട്ടി ചെയ്യുക. അപ്പോൾ ഇത് ഒരു മൂവ്മെൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. അതുപോലെ ഫ്രണ്ട് ബാക്കുമായിട്ട് ലെഗ് വെക്കുക. ഇത്തവണ നമ്മൾ മുന്നിലൂടെ റേസ് ചെയ്തിട്ട് ഇതിനൊന്ന് സൈഡിലേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. ഈ കാല് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ട് ഫേസ് കവർ ചെയ്ത് ഫ്രണ്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാകും ഈ ഒരു പോർഷനിൽ. അപ്പോൾ ഇവിടെ നിന്ന് റേസ് ചെയ്യുക, അതിന് സൈഡ് വരെ വരിക, ഇവിടെ നിന്ന് താഴേക്ക് വരിക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ ഇതുപോലെ 1, 2. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹിപ്പ് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അധികം ഫോഴ്സ് കൊടുക്കണ്ട, നോർമലി ഇതുപോലെ ചെയ്താൽ മതി. പക്ഷേ ഇത് ചെയ്ത് ഈസി ആകും തോറും നമ്മൾ ഹിപ്പിൻ്റെ ഒരു ട്വിസ്റ്റും കൂടി ഉണ്ടോ, ഈ ഒരു ട്വിസ്റ്റും കൂടി ഇതുപോലെ കൊടുക്കുക. ഉണ്ടോ ഇതുപോലെ അതും 2 സൈഡിലേക്ക് ചെയ്യുക. 1, 2, 3, 4, 5. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഒരു പുഷപ്സും കൂടി ചെയ്യുക. ഇത്തവണ നെക്കിലാണ് ചെയ്യുന്നത്. ഫിസ്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുക, ബോഡി സ്ട്രൈറ്റ് ആക്കി വെക്കുക. ഇനി ഇവിടെ നിന്ന് താഴേക്ക് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഒരു 5 എണ്ണം വീതം സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്പേഴ്സ് കൂട്ടി എടുക്കുക. അത് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് റേസ് ചെയ്തിട്ട് നേരെ ബാക്കിൽ പോയിട്ട് ജസ്റ്റ് അവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് 1 by 1 ആയിട്ടും ചെയ്ത് നോക്കാം. നിങ്ങൾ റേസ് ചെയ്യുന്ന സമയത്ത് ബാക്കിലെ ലെഗ് എടുക്കുക, വേണ്ട സ്ട്രൈറ്റ് ആയിട്ട് റേസ് ചെയ്യുക, തിരിച്ച് ബാക്കിൽ തന്നെ കുത്തുക. ഇവിടെ വരുന്ന സമയത്ത് ലെഗ് ഇതൊന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്താണ് ഈ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതുപോലെ താഴേക്ക് ഫുള്ളായിട്ടൊന്ന് ഇരിക്കുക. ഇനി അടുത്തത് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് വരിക, വേണ്ട റേസ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വരിക. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് വേണ്ട 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതിവിടെ ഒന്ന് താഴെ ഒന്ന് അടിച്ചു പോയി. നമ്മൾ ആ റേസ് ചെയ്ത് വരുന്ന മൂവ്മെൻറ്റിൽ തന്നെ ഉണ്ട്. അപ്പ് ചെയ്ത് വരുന്ന സമയത്തുണ്ട് വീണ്ടും അപ്പ് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഈ ഒരു സൈഡും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു പുഷപ്സ് ഫിംഗറിനാണ് ചെയ്യുന്നത്. ആ ഫിംഗറിൻ്റെ ടിപ്പ് താഴെ ടച്ച് ആവുന്ന രീതിയിലാണ് ഈ പുഷപ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ആദ്യമേ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല, കാരണം തുടക്കക്കാർക്കൊക്കെ ഇത് ചെയ്യാനായിട്ട് കുറച്ച് ഇതായിരിക്കും, കാരണം വിരലിനൊക്കെ ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ ഒരു ടച്ച് വേണ്ട, പകരം ഉണ്ട് വിരൽ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ബെൻഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ട. നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നീ ഫസ്റ്റ് പറഞ്ഞ പോലെ നീ ഒന്ന് താഴെ ടച്ച് ചെയ്യുക, എന്നിട്ട് വിരൽ ഇതുപോലെ പുറത്തേക്ക് വെക്കുക. ഇവിടെ നിന്ന് ഈ ഒരു പുഷപ്സ് ചെയ്യുക. ഇതുപോലെ ആദ്യത്തെ ഒരു മൂവ്മെൻ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് റൈസ് ചെയ്തിട്ട് ടോയിലേക്ക് ആക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ലോഡ് നമ്മുടെ ഈ ഒരു വിരലിലേക്ക് വരും. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഈ ഒരു പുഷപ്സ് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ നമുക്ക് ശരിക്കും കൈ ഇങ്ങനെയല്ല കിട്ടേണ്ടത്, കാരണം ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇതുപോലെയാണ് പോകേണ്ടത്. ഇങ്ങനെ ബെൻഡ് ആവാതെ ഈ ടിപ്പ് ഡയറക്റ്റ് ടച്ച് ആവുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഈ ഒരു മൂവ്മെൻറ്റ്, വിരലിന് അത്രയും ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് വന്ന് ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ നീ ടച്ച് ചെയ്തിട്ട് ഇത് ചെയ്യുന്ന സമയത്തും നീ ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ആവും. അപ്പം അധികം വെയിറ്റ് കയ്യിലേക്ക് വരില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നീ റേസ് ചെയ്തിട്ട് ടോയിലേക്ക് ആക്കുക. ആ സമയത്ത് ഇങ്ങനെ വരിക. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ഈ രീതിയിൽ ഈ ഒരു പുഷപ്പ് ചെയ്യാം. ഇനി ഈ ഒരു സ്റ്റേജും കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെയാണ് വെച്ചത്. ഇനി എൻ്റെ ലാസ്റ്റ് വരാൻ നേരത്ത് ഇവിടെ നിന്ന് നമ്മുടെ ലാസ്റ്റ് ബെൻഡ് നമ്മുടെ വിരലിൻ്റെ ഈ ഒരു പോർഷനിൽ ഇവിടെ വരുമ്പോൾ ഈ ഒരു ലാസ്റ്റ് ബെൻഡ് താഴെ വരുന്ന രീതിയിൽ ഇതുപോലെ ഫ്ലോറിൽ ടച്ച് ആവുന്ന രീതിയിൽ ഈ ഒരു പുഷപ്സ് ഒന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ താഴത്തെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് മാക്സിമം കുറയും. നമ്മുടെ ലാസ്റ്റ് ബെൻഡായിരിക്കും കണ്ട ഈ ഒരു ബെൻഡായിരിക്കും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുവാണെങ്കിൽ മാക്സിമം ഏറ്റവും കൂടുതൽ ലോഡ് വരും അതിലേക്ക് കയ്യിലേക്ക്. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ. അപ്പോൾ ഇതും ചെയ്യുന്ന സമയത്ത് ആദ്യമേ നിങ്ങൾ നീ ടച്ച് ചെയ്ത് ചെയ്യുക. അതിനുശേഷം ടോയിലേക്ക് വന്നിട്ട് ഫുള്ളായിട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കൈക്ക് നല്ല ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഫിംഗറിൻ്റെ ഉള്ള എക്സസൈസുകളും അതുപോലെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മൂവ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് വേണം ഇതൊന്ന് ചെയ്ത് നോക്കാനുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.